ഹലോ, എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു നല്ല നാടൻ തട്ടുകട സ്റ്റൈൽ ചമ്മന്തിയാണ് കേട്ടോ. ചമ്മന്തി, ചട്നി എന്നൊക്കെ പറയല്ലേ. അപ്പോൾ അതിനായിട്ട് കുറച്ച് ചെറിയ നാളികേരം എടുക്കുക. അതിനുശേഷം അതിലേക്ക് ഞാനിവിടെ ഒരു ചെറിയ സവാള ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ മുഴുവനായിട്ട് ഇട്ടേക്കുന്നത്. അങ്ങനെ ഓക്കെ ഇട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അതിലേക്ക് ഒരു ചെറിയ സവാള മുറിച്ചിട്ടു. അതിനുശേഷം കുറച്ച് മുളക് പൊടി ആവശ്യത്തിന്, ഇതിപ്പം കാശ്മീരി രണ്ടും കൂടി മിക്സ് ചെയ്ത മുളക് പൊടിയാണ് കേട്ടോ. അങ്ങനെ അതും ചേർത്തു. ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം കല്ലുപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. പിന്നീട് ആവശ്യത്തിന് വെള്ളം, അതിൽ ഞാൻ തേങ്ങ ചെറിയ അതിലുണ്ട്, ആ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ വെള്ളം എടുത്ത്, അത് ആ കളർ കാണുന്നത്. അതിനുശേഷം നന്നായിട്ട് അരച്ചെടുക്കും. അങ്ങനെ ഓവർ അരയാനും പാടില്ല കേട്ടോ. ഓവർ അരഞ്ഞാൽ നല്ല ഓവർ കൊഴുപ്പ് വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓക്കെ അരയണം കേട്ടോ. അങ്ങനെ അരച്ചെടുത്തു. അതിനുശേഷം അത് ഞാൻ നോക്കിയതിന് ശേഷം കണ്ടോ, ഈ ഒരു തിക്നെസ്സിലാണ് വേണ്ടത്. ഞാനിതിൽ വെള്ളമൊന്നും വേറെ അധികം എക്സ്ട്രാ ആഡ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ ലൂസായിട്ട് വേണ്ടവർ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നീട് കടുക് പൊട്ടിയതിന് ശേഷം ഒരു ഉണക്കമുളകാണ് കേട്ടോ. അങ്ങനെ ഓവർ എരിവൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല, കാരണം നേരത്തെ ഇതിൽ കുറച്ച് കാശ്മീരി ചില്ലി അതും കൂടി മിക്സ് ചെയ്തതാണല്ലോ. അതിനുശേഷം ഒരു മുളക് ഇട്ട് കൊടുത്തു. പിന്നീട് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഈ സമയത്ത് കുറച്ച് കൊച്ചുള്ളി കൂടി ഇട്ട് വെച്ചാൽ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ നല്ല തിക്കായിട്ടുള്ള ഇഡ്ഡലിക്കും ദോശക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ചമ്മന്തി റെഡി.